ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഷാർജ പോലീസ് ഡെസേർട്ട് പാർക്കിലേക്കാണ്. ഒരു 4:45 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. കാരണം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 4 PM പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ലൊക്കേഷനാണ്. നിങ്ങളൊരിക്കലും ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് പോകരുത്. എങ്ങനെ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ പോയത് ഈ 611 വഴിയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നത് ആ വഴിയാണെന്നുണ്ടെങ്കിൽ ഈ 611 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഷാർജ കൽവ മലീഹ റോഡ് കാണാം. അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ കാണും. റൈറ്റ് സൈഡിൽ ആ കട്ടിങ് കയറുക. ഇത് ഗൂഗിളിൽ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. അധികം നിങ്ങൾക്ക് കറങ്ങേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ഈ ലൊക്കേഷന് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഇത് ശരിക്കും ഓഫ് റോഡാണ്, പക്ഷേ കുഴപ്പമില്ല, ഏത് തരം വണ്ടികൾക്ക് ഇതിലൂടെ പോകാവുന്നതാണ്. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് മാറ്റ്, ചെയേഴ്സ്, ഫുഡ് എല്ലാം കൊണ്ടുപോകുന്നതാണ്. പക്ഷേ കുക്കിങ്ങോ ബാർബിക്യോ അനുവദിക്കുന്നില്ല. ക്യാമ്പിംഗ് ഒന്നും ഇവിടെ അനുവദിക്കില്ല. ഇവിടെ ഇനി പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യമാണ്. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യേകം എൻട്രി ഫീ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കയറാവുന്നതാണ്. നമ്മളിവിടെ നിന്ന് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കോർട്ടുകൾ രണ്ട് സൈഡിലായിട്ട് കാണാം. കുട്ടികൾക്കുള്ള ഫേസ് പെയിൻറ്റിങ്ങും പിന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സും അവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും കളിക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യം പോയത് ഷൂട്ടിംഗ് കോർണറിലേക്കാണ്. ഇവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ക്യൂ ഉണ്ട്. തിരക്കില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ വീക്ക് ഡേ നോക്കി പോയത്. പക്ഷേ നല്ല രീതിയിലുള്ള തിരക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാലും നിങ്ങളൊന്ന് പോയി കുട്ടികളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഈ ഒരു വിൻ്റർ ടൈമിൽ, വെക്കേഷൻ ടൈമിൽ നല്ല പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നമ്മൾ ഈ ഒരു ക്യൂ നിൽക്കുന്നത് ഒരു അടിപൊളി റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പോവുകയാണെങ്കിൽ എത്ര വലിയ ക്യൂ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതെ നിങ്ങളതിൽ കയറേണ്ടത് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇനി ഇത് നിങ്ങളെന്തായാലും എത്ര പേടിയുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഗുണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളിതിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടൈമിൽ 2 പേരെ കയറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. 18 വയസ്സിന് മുകളിലുള്ളവരെ മാത്രമേ ഇതിനെ അനുവദിക്കുള്ളൂ. അപ്പോൾ കുട്ടികളെ ഇതിൽ കയറ്റത്തില്ല. ഫസ്റ്റ് 2 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിൽ കയറിയതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു. വണ്ടി ചെരിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോണും അതുപോലെ തന്നെ മറിഞ്ഞു പോയി. ഇതിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒച്ച കേൾക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒച്ച കേൾക്കാം. അത് പുറത്ത് നിൽക്കുന്ന ആൾ വണ്ടിയിലിട്ട് നന്നായിട്ട് തട്ടുന്നതാണ്. ഇത് കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. ഈ സ്റ്റേജിൽ എപ്പോഴും ഈ കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബേർഡ്സ് കോർണറിലേക്കാണ്. ഇവിടെ കുറേ മുയൽക്കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയും പിന്നെ പലതരം മൃഗങ്ങളെയും ആമകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെയൊക്കെ കാണാൻ പറ്റും. ഈ തിരിഞ്ഞ് നിൽക്കുന്ന മൃഗത്തിൻ്റെ തല നോക്കിപ്പോയതാണ്, പക്ഷേ തല കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാം കേട്ടോ. ആമകളെയും കിളികളെയൊക്കെ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് ലേക്കിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പോണ്ട് പോലെയും ഒരു ബ്രിഡ്ജും ഫൗണ്ടെയിനൊക്കെ കാണാവുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഇതിൻ്റെ ഒരു എൻട്രൻസും ആ ഉൾഭാഗവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ പ്രെയർ റൂം തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂംസും അവൈലബിൾ ആണ്. ഈ മണ്ണിലൂടെയൊക്കെ നടക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നമ്മൾ നേരെ പോയത് സിപ്പ് ലൈനിലേക്കാണ്. ഇത് കുട്ടികൾക്കുള്ളതാണ് ഈ സിപ്പ് ലൈന്. പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സിപ്പ് ലൈൻ ഉള്ളത്. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് റൈഡിങ്ങിനാണ്, ബൈക്ക് റൈഡിങ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബൈക്ക് റൈഡിങ് അനുവദിക്കില്ല. പക്ഷേ അവർക്ക് വോളണ്ടിയേഴ്സിൻ്റെ പുറകിലിരുന്നോ ഫ്രണ്ടിലിരുന്നോ ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതല്ല അവരുടെ കൂടെ വരുന്നവർ, മുതിർന്നവർ ആരെങ്കിലും അവരെ കൂടെ ഇരുത്തി ബൈക്ക് റൈഡ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവരതിനും അനുവദിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, ഷാർജ ഡെസേർട്ട് പോലീസ് പാർക്ക്. എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. താങ്ക്